ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുമോഹനൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു മ്യൂറൽ ആർട്ടിനെ പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ ആ മ്യൂറൽ ആർട്ട് എത്രത്തോളം ബൃഹത്താണ്, എത്ര കണ്ണിന് എത്ര സന്തോഷം പകരുന്നൊരു സംഭവമാണ്, അത് എത്ര പാടുപെട്ടാണത് ചെയ്തിരിക്കുന്നത്, എത്ര സമയമെടുത്താണത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണണ്ടേ. പരമ്പരാഗതമായ രീതിയിൽ നയനാനന്ദകരമായ ഈ ഒരു ആവിഷ്കാരം അത് നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഇത് വരച്ചെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അത്ര നല്ല രസകരമായ ചുവർച്ചിത്രകല നമുക്കൊന്ന് പരിചയപ്പെടാം. ദേ ഇതാണ് ആ ചുവർച്ചിത്രകല. വരച്ചെടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറിന്റെ പേര്? മനു കാർത്തികേയൻ. ഇത് സ്ഥലം? ഇത് പിന്നെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത്, പത്തനാപുരത്തിനടുത്ത് തലവൂര്. ഓക്കെ, പത്തനാപുരം താലൂക്കിൽ. ഇപ്പം സാർ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ചുവർച്ചിത്രങ്ങൾ ധാരാളം വരയ്ക്കാറുണ്ട് എന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിചയപ്പെടാം, മറ്റുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യാമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് എത്തിയത്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ സംവിധാനം? ഇത് ശിവപാർവതി ശിവപാർവതിയാണ്. ഒരുപാട് നമ്മുടെ കേരള മ്യൂറല് ഒരുപാടുണ്ട്. മഹാദേവന്, അത് ശിവപാർവതിയുണ്ട്, ശിവനടനമുണ്ട്, പിന്നെ ഗണപതിയുണ്ട്. ഇങ്ങനെ വളരെയധികം മഹത്തായ ഒരു മേഖലയാണ് കേരള ചുവർച്ചിത്രം. ഞാനത് കോപ്പി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ചുവരിലല്ല വരയ്ക്കുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ സൗകര്യത്തിന് പിന്നെ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത്. ക്യാൻവാസിൽ ഉപയോഗിക്കുന്ന അക്രിൽ കളറിലാണ്. എന്നിട്ട് വാർണിഷ് അടിക്കും. പിക്ചർ വാർണിഷ് അടിച്ചാണ് ഇത് കൊടുക്കുന്നത്. ചുവരിൽ പോയി അല്ല, അമ്പലങ്ങളുടെ ക്ഷേത്ര ചുവരുകളിലായിരുന്നു ഇത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു സാധനമാണ് ചുവർച്ചിത്ര എന്ന് പറയുന്നത്. കഴിവതും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ പിന്നെ അതിൻ്റെ തനത് ഡ്രോയിങ് തന്നെ, തനത് കളറ് അതുപോലെയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാര്യം വെച്ചാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇച്ചിരി കളർഫുൾ ആയിട്ട് വരുമ്പോൾ ഇച്ചിരി കളർ കൂട്ടി കൊടുക്കാറുണ്ട്. പഞ്ചവർണ്ണങ്ങളാണ്. ഇല്ല, പണ്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവരിന്റെ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല. പഞ്ചവർണ്ണം 5 നിറങ്ങളെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചാൽ ഈ പ്രകൃതിദത്തമായ കളറുകൾ ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത് മുൻകാലങ്ങളിൽ. ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. വലിയ മെനക്കേടാണത്. അത് ആറന്മുള വാസ്തുവിദ്യാലയം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പിന്നെ സൗകര്യത്തിന് എല്ലാവരും കേരളത്തിൽ മൊത്തം ചുവർച്ചിത്രം വരച്ചു കൊടുക്കുന്നത്. 5 കളർ മാത്രമേ ഇതിന് അത്രേ ഉള്ളൂ. ഈ 5 കളർ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമല്ലോ. അല്ല, എനിക്ക് ഇത് മനുഷ്യട്ടിനിടയ്ക്ക് ഒരു ക്ഷേത്രത്തില് പടം വരയ്ക്കാൻ പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്തൊരു പടങ്ങൾ പറഞ്ഞു? അതെ, ചുവർച്ചിത്രങ്ങൾ. ഇദ്ദേഹം അതിന്റെ ഫോട്ടോ ഇട്ടു, ഇദ്ദേഹം ക്ഷേത്രത്തിന് വരച്ചത്. അല്ല, നമുക്ക് ഇത്രത്തോളം ഒരു നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന മനുഷ്യട്ടൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് പരിചയമില്ലാതെ പരിചയമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച ഇതുവരെയുള്ള വർക്കുകൾ എൻ്റെ കയ്യിൽ പോലും ഇല്ല. കാര്യം ചെയ്തെടുത്ത് സൂക്ഷിക്കുക അങ്ങനെയുള്ള ഒരു സ്വഭാവം ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ എനിക്കുണ്ട്. ക്ഷേത്രത്തിന്റെ മുഴുവൻ വർക്കുകള് മനുഷ്യരുടെ ഏതായിരുന്നു മനുഷ്യരുടെ ക്ഷേത്രത്തിന്റെ പേര്? ക്ഷേത്ര ആശ്രമമാണ്. പിന്നെ ശിവാനന്ദ ദേവിയുടെ അവിടെ. ശിവാനന്ദ ദേവിയുടെ. അപ്പൊ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലോ ആശ്രമങ്ങൾക്കോ അങ്ങനെയുള്ള പരമ്പരാഗത ചിത്രകല പിന്നെ ആലേപനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനുഷ്യനെ വിളിക്കാം. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലോട്ടൊക്കെ ബന്ധപ്പെട്ട മനുഷ്യനെ പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ക്യാൻവാസ് വീട്ടിൽ വരച്ച് മേടിക്കുന്നവർക്കും വരയ്ക്കുന്ന ആർക്കും ഒക്കെ ഒരു സൗകര്യം. ഫ്രെയിം ചെയ്താണോ കൊടുക്കുന്നത്? അല്ല, കാര്യം ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുണ്ട്. ഇഷ്ടത്തിന് പിന്നെ ഗ്ലാസ് ഇടരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയ ഗ്ലാസ് ഇടാതിരിക്കുക, അല്ല ഫ്രെയിം ചെയ്യുക. കാര്യം ഇത് വാർണിഷ് പോലും അടിച്ചുകൂടാന്നാ പറയുന്നത്. പക്ഷെ ഞാൻ വാർണിഷ് പിക്ചർ വാർണിഷ് പിടിക്കില്ല. അല്ല, അത് എല്ലാ കാലവും കളർ ഫെയ്ഡ് ആയ പാത ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഒരു പിക്ചർ വാർണിഷ്, പണ്ട് പിക്ചർ വാർണിഷ് ഉപയോഗിക്കുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ എല്ലാം ഒരു മങ്ങിയ ഒരു രീതിയിലാണല്ലോ. അത് തിരുവട്ടാറും പിന്നെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലായി ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ എവിടെയാണ് അത് ഒത്തിരി മങ്ങാറുമില്ല, ഒത്തിരി തിളങ്ങാറുമില്ല. എന്തായാലും ഇത് ഒരു PVC കുഴലുകളിൽ പാക്ക് ചെയ്ത് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. ഇതൊക്കെ ഒരു തീർച്ചയായിട്ടും നമ്മള് എവിടെയെങ്കിലും നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ അങ്ങോട്ട് പ്രദർശിപ്പിക്കാന്നുണ്ടെങ്കിൽ എന്ത് അട്രാക്ഷൻ അതിനകത്ത്. ഇത് മാത്രമല്ല മനോണ്ണ, വേറൊരു ഗണപതിയെ കൂടെ വരച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ, ഗണപതി, പിന്നെ എന്താ പറയുന്നത് പാർവതി ഭരണയം എന്ന് വേണ്ട എല്ലാം
എന്താണോ ആൾക്കാർ ആവശ്യപ്പെടുന്നത് വരച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അടുത്തോട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. അല്ല, ഇപ്പൊ നിലവിലുള്ളത് എനിക്ക് നിലവിൽ വേറെ ഗണപതി വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെയാണ്. ഈ രണ്ടു ഇപ്പൊ ഇതിപ്പോ നാളെ പോവും ഈ സാധനം. നാളെയല്ല, മറ്റന്നാൾ. ഇതിന്റെ വർക്ക് തീർന്നിരിക്കുകയാണോ? അത് വർക്ക് തീർന്ന കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് ഭഗവാനെ മാത്രം അങ്ങനെ വെച്ചേക്കുക. അത് ശരി. കൊട്ടാരക്കരയാണ് മതി. ഇപ്പൊ ഈ ട്രഡീഷൻ സംബന്ധിച്ചൊരു ചെറിയൊരു സംശയമുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടിരുന്ന ആ കളറും ഇപ്പൊ ഉപയോഗിക്കുന്ന കളറും രണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കളറുകൾ വർഷങ്ങളോളം മാറാതെ തന്നെ മങ്ങാതെ തന്നെ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉപയോഗിക്കുന്ന കളറുകൾ ഇത് മങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇത് എല്ലാ ആർട്ടിസ്റ്റുകളും ഉപയോഗിക്കുന്ന അക്രലിക് കളറാണ്. അക്രലിക് കളറാണ് ക്യാൻവാസിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കലാകാരമായിട്ട് ഇപ്പൊ അക്രലിക് കളറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂപ്പിലടിക്കുകയില്ല. അത് ശരി. ഓയിൽ കളറിന് അങ്ങനെ ഒരു ഇതുണ്ട്, പൂക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന് ശരിക്കും പറയാൻ പിക്ചർ വാർണിഷ് അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഞാൻ പിക്ചർ വാർണിഷും അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് നല്ല വിലയുള്ള ഒരു സാധനമല്ലേ വാർണിഷ് ചെയ്യുക? എല്ലാം വിലയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നത്. അക്രിലിക് കളറിന് ഒരു സാമാന്യ വിലയുണ്ട്. ട്യൂബ് അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇപ്പം എനിക്ക് എന്റെ മനസ്സിൽ ഇതിപ്പം ഗണപതിയെ കണ്ടു, ശിവപാർവതി കുടുംബത്തെ കണ്ടു, അതല്ല എനിക്ക് മറ്റൊരു ആളെയാണ് വേണ്ടത്. ഇപ്പം മഹാവിഷ്ണുവിനെയോ അനന്തശയനമോ അല്ലെങ്കിൽ മറ്റ് ശ്രീരാമ പട്ടാഭിഷേകമോ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം എനിക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് ചിലപ്പോൾ ഒരു അളവും അതിനകത്ത് തോന്നിയേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ ആ അവസരത്തിൽ എങ്ങനെയാണ് അത് ചെയ്തു കൊടുക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് ഒരുപാട് എന്താ പറയുന്ന ഒരു നിധി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പൂർവികന്മാർ. ഇപ്പോൾ ശ്രീരാമ പട്ടാഭിഷേകമായാലും ശരി, അനന്തശയനമായാലും ശരി, പിന്നെ ശിവനടനമായാലും ശരി, ഇതെല്ലാം നമുക്ക് ചിത്രസൂക്തം എന്ന് പറയുന്ന അതിനെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇതിനെ തന്നെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു മഹാനായ കലാകാരനുണ്ട്. അദ്ദേഹത്തെ അത് ഒരു ബുക്കായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ പരമ്പരാഗതമായിട്ട് ചിത്രമില്ല. അപ്പോൾ അതാണ് ഞാൻ കോപ്പി ചെയ്യുന്നത്. രാമേന്ദ്രൻ, അദ്ദേഹം അക്കാദമി അവാർഡൊക്കെ അദ്ദേഹം വലിയ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം തന്നെ പിന്നെ ഉള്ള ബുക്കുകളെയാണ് ഞാൻ. പിന്നെ നമുക്ക് എല്ലാം ക്ഷേത്രങ്ങളിലുണ്ടല്ലോ ആ പരമ്പരാഗത സാധനം, കഴിവതും അതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അതല്ല എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ടെങ്കിൽ ഈ കയ്യും കാലും മുഖഭാവം ഒക്കെ മാറ്റി നമ്മൾ എന്ത് പറയുന്നോ അതേ രീതിയിൽ നമ്മുടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആ ട്രഡീഷണൽ സാധനം തന്നെ നമ്മുടെ കാഴ്ചപ്പാടില് എനിക്ക് ഇങ്ങനെ ഒരു ഗണപതി വേണം, അല്ല എനിക്ക് ഒരു അംഗ ഗണപതി വേണം, അങ്ങനൊക്കെ പറയുന്നത് അതുപോലെ മനുഷ്യട്ടം വരച്ചു തരുമെന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ വളരെ സന്തോഷം. കാരണം ഒരാളുടെ എന്റെ മനസ്സിലെ സങ്കല്പം ഞാൻ മനുചേട്ടന് പകർന്നു തരുന്നു. മനുചേട്ടന്റെ മൂശയിലെ കലക്കി എടുത്ത് ഒരു കലാരൂപത്തിലൂടെ അത് എനിക്ക് വരച്ചു തരുന്നു. പക്ഷേ ഞാൻ കൂടുതലും അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് കസ്റ്റമേഴ്സ് മേടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരമ്പരാഗത ശൈലിയിലുള്ള സാധനം വേണ്ടിയിട്ടാണല്ലോ മനുചേട്ടൻ്റെ അടുത്ത് ഈ ഞാൻ ഇങ്ങനെ നമുക്ക് ഈ സാധനം വലിപ്പത്തിലും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വലിപ്പം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ ബൃഹത്തായ സ്റ്റുഡിയോ ഇല്ലാത്ത കാരണം ഇപ്പൊ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴ് അതിന്റെ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനും ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ വലിപ്പം ഒരു വിഷയമല്ല. ഓർഡർ ചെയ്താൽ അവർക്ക് ഈ സാധനം ചെയ്ത് അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. ഇതിനൊക്കെ നട്ടല്ലായിട്ട് നിൽക്കുന്ന മനുചേട്ടൻ അമ്മ. അത് ശരി. നമുക്ക് അമ്മയൊന്ന് പരിചയപ്പെട്ടാലോ? അമ്മേ നമസ്കാരം. അപ്പൊ മനുസാറ് ഇതുപോലുള്ള കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ മുഖ്യധാരയിൽ നിന്ന് അമ്മയാണ് അതിന് ആസൂത്രണം, അതായത് അതിന്റെ ഉദ്ദണ്ണിപ്പിച്ചു വിടുന്നത് അമ്മയാണെന്നുള്ളതാണ് എന്നെ അദ്ദേഹം ഇണങ്ങിയും വിടങ്ങിയും ഇതിനൊരു പ്രേരണ ഉണ്ടാക്കുന്നത് അമ്മയാണ്. ഉൾപ്രേരണ കൂടുതൽ കൊടുക്കുന്നത് അമ്മയാണെന്നാണ്. അങ്ങനെയാണോ? അമ്മയുടെ പേര് ഈ ഒരു കലയോട് അമ്മയ്ക്ക് അത്രയ്ക്ക് പ്രിയം ഉള്ളൊരു സംഭവം ആയിരിക്കാമല്ലോ, ആണോ? ഇല്ലെങ്കിൽ മോനെ ഫൈനാൻസ് വിട്ട് പഠിപ്പിക്കൂ. അല്ല, അച്ഛനും പാരമ്പര്യമായിട്ട് ചിത്രകലയിൽ എല്ലാവരും അത് തന്നെ, അച്ഛന്റെ കുടുംബം മൊത്തം. സന്തോഷമുണ്ട് അമ്മയെ കണ്ടതിനും അമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും അമ്മയുടെ മകന്റെ ഈ കലാപ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും.
അപ്പം പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.